أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا وهم فيها يختصمون تالله إن كنا لفي ضلال مبين إذ نسويكم برب العالمين. صدق الله العظيم. സൂറത്ത് ഷൂറ 96-78. ഖാലു അവർ പറഞ്ഞു, വഹും അവർ ആയിരിക്കെ ഫീഹ അവിടെ യഖ്തസിമൂൻ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ തർക്കിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കെ അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? തല്ലാഹി എന്ന് പറഞ്ഞാൽ വല്ലാഹി എന്ന് തന്നെ അർത്ഥം. അങ്ങനെയുണ്ട്, താവും ഉപയോഗിക്കും ഖസമിന്. തല്ലാഹി വല്ലാഹി വറബിൽ കഅബ തറബിൽ കഅബ എന്നൊക്കെ വാവ് ഉപയോഗിക്കണ പോലെ പിന്നെ സത്യം ചെയ്ത് പറയാൻ വേണ്ടി താവ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് തല്ലാഹി. ഇൻ കുന്ന എന്ന് പറഞ്ഞാൽ ഇന്നാ കുന്ന എന്നാണ്. ഇൻ എന്നത് ഉറപ്പിച്ചു, ഇന്നയുടെ അർത്ഥത്തിലാണ്. ഇൻ കുന്ന നിശ്ചയം ഞങ്ങളായിരുന്നു, ലഫി ഉറപ്പായിട്ടും, ഫി അതിൽ നർത്ഥം, ഫി ലലാലിൻ വഴികേടിലായിരുന്നു, ഞങ്ങൾ ഉറപ്പായിട്ടും വഴികേടിലായിരുന്നു, മുബീൻ വ്യക്തമായ, ഞങ്ങൾ ഉറപ്പായിട്ടും വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. ഇത് നുസവ്വീക്കും നിങ്ങളെ ഞങ്ങൾ തുല്യമായി പരിഗണിച്ചപ്പോൾ നർത്ഥം. സവ്വാ യുസവ്വി സവാ സമം. ഇത് നുസവ്വീക്കും ഞങ്ങൾ നിങ്ങളെ സമമാക്കിയ സന്ദർഭം. ബി റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീനോട്. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, ഐനമാ കുന്തും തഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്നവ എവിടെ എന്ന്. മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, ഹൽ യൻസുറൂനക്കും ഐ യന്തസിറൂൻ അവർ നിങ്ങളെ സഹായിക്കുകയോ സ്വയം രക്ഷപ്പെടുകയോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ. ആ ചോദ്യത്തിൻ്റെ മറുപടി അവർ പറഞ്ഞു. അതിൻ്റെ ഇടക്ക് പറഞ്ഞതാണ് അവരും പിന്നെ അള്ളാഹുവിൽ പങ്കാളികളാക്കപ്പെട്ട ദൈവങ്ങളും അതുപോലെ ഇബ്ലീസിൻ്റെ സംഘം മുഴുവനും അവരെല്ലാവരും നരകത്തിൽ മുഖം കുത്തി വീണു. എന്നിട്ട് അങ്ങനെ ആ നരകത്തിൽ ചെന്ന ആളുകൾ, അപ്പോൾ തഅ്ബുദു എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങൾ മാത്രമല്ല, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹുവിന് പകരം അനുസരിക്കപ്പെട്ട, അള്ളാഹുവിന് പകരം അടിമത്വം നൽകപ്പെട്ട, അതൊക്കെ ഇബാദത്തിൻ്റെ അർത്ഥത്തിൽ വരുന്ന സംഗതിയാണ്. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. അങ്ങനെയുള്ള സകലരെയും നരകത്തിലിട്ടു. എന്നിട്ട് ആ ദൈവങ്ങളാക്കപ്പെട്ട, റബ്ബുകളാക്കപ്പെട്ട, ഇലാഹുകളാക്കപ്പെട്ട ആളുകൾ അഥവാ ഇബാദത്ത് ചെയ്യപ്പെട്ടവർ, അവരിങ്ങളെ രക്ഷിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ അവരും ഇവരും കൂടി തർക്കമാണ്. ഖുർആൻ പല സ്ഥലത്തും ഈ ദൈവങ്ങളാക്കപ്പെട്ടവരും ദൈവമാക്കിയവരും തമ്മിലുള്ള തർക്കം എടുത്തു പറയുന്നുണ്ടല്ലോ. ഉദാഹരണമായിട്ട് നേരത്തെ നമ്മൾ പഠിച്ച സൂറത്തു ഇബ്രാഹിമിലെ 21-ാമത്തെ ആയത്തിൽ ഒരു തർക്കം പറയുന്നുണ്ട്. ദുർബലരായ ആളുകൾ അഹങ്കാരികളായ നേതാക്കന്മാരോട് പറയാണ്, ഇന്നാ കുന്നാലുക്കും തബഅൻ ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈഇൻ, ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നല്ലോ, എന്നിട്ട് അള്ളാൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല പ്രയോജനവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയോ? അവരുടെ മറുപടി, ഖാലു ലൗ ഹദാനല്ലാഹു ലഹദൈനാക്കും, ഞങ്ങളെ അള്ളാഹ് ഹിദായത്തിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും ഹിദായത്തിലാക്കുമായിരുന്നു എന്ന് മറുപടി പറയുകയാണ്. അതുപോലെ തന്നെ ഇബ്ലീസ് മറുപടി പറയണത് അവിടെ പറയുന്നുണ്ട്. ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ് വ വഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് യഥാർത്ഥ വാഗ്ദാനം തന്നു, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം തന്നു, എന്നിട്ട് ഞാൻ നിങ്ങളോട് ലംഘിച്ചു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുക്കും ഫസ്തജബ്തും ലി,
എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരം ഉണ്ടായിരുന്നില്ല, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നതാണ്. ഫലാ തലൂമൂനി വലൂമു അംഫുസക്കും, നിങ്ങൾ എന്നെ ആക്ഷേപിക്കേണ്ട, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. അങ്ങനെ പല സ്ഥലത്തും അത് പറയുന്നുണ്ട്. അതുപോലെ കുല്ലമാ ദഖലത്ത് ഉമ്മത്തുൻ ലഅനത്ത് ഉഖ്തഹ, നരകത്തിലേക്ക് ഓരോ ഉമ്മത്ത് പ്രവേശിക്കുമ്പോഴും അതിൻ്റെ സഹോദരി അഥവാ അതിനെ വഴിതെറ്റിച്ച അതിൻ്റെ മുമ്പുള്ള ഉമ്മത്തിനെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സൂറത്തുൽ അഅറാഫിൽ. ഇങ്ങനെ പല സ്ഥലത്തും അല്ലാഹു തആല സൂചിപ്പിച്ച സംഗതിയാണ്. നേതാക്കന്മാരെ കാണുമ്പോൾ അവർ വിട്ടൊഴിഞ്ഞു പോയപ്പോൾ പറയും ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, ഞങ്ങൾക്ക് ഇനിയൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഈ നേതാക്കന്മാർ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതുപോലെ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ അവരെയും ഉപേക്ഷിച്ചു പോകുമായിരുന്നു. ഇങ്ങനെയുള്ള ഗംഭീരമായ തർക്കം നരകത്തിൽ കടന്ന നേതാക്കളും അനുയായികളും, നരകത്തിൽ കടന്ന ഇലാഹുകളും അവരുടെ ആബിദുകളും, റബ്ബുകളും അവരുടെ ആബിദുകളും ഒക്കെ തമ്മിൽ നടക്കുകയാണ്. അങ്ങനെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കെ അവരൊരു കാര്യം ഏറ്റു പറഞ്ഞു. അതാണ് വഖാലു വഹും ഫിഹാ യഖ്തസിമൂൻ എന്ന് പറഞ്ഞത്. തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അള്ളാഹുവാണ് സത്യം, അഥവാ ഉറപ്പിച്ചു പറയാണ്, ഞങ്ങൾ ശരിക്കും ലലാലു മുബീനിലായിരുന്നു. ഏറ്റുപറയാണ്, ദൈവങ്ങളാക്കപ്പെട്ടവരും ആക്കിയവരും നമ്മൾ രണ്ടു കൂട്ടരും ലലാലു മുബീനിലായിരുന്നു. അവിടെ അത് പറയും, ലൗ ഹദാനല്ലാഹു ല ഹദൈനാക്കും, അല്ല ഞങ്ങളെ ഹിദായത്തിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹിദായത്തിലാക്കിയായിരുന്നു. ഞങ്ങൾ ഹിദായത്തിലല്ലാത്തതുകൊണ്ട് നിങ്ങൾ ദലാലത്തിലായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെയും ദലാലത്തിലാക്കി എന്നെടുത്ത് പറയുകയാണല്ലോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ രണ്ടു കൂട്ടം നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇബ്ലീസ് ശൈത്താൻ പറഞ്ഞത് അവിടെയും പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാനും എനിക്ക് നിങ്ങളെ രക്ഷിക്കാനും കഴിയില്ല, നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാനും കഴിയില്ല. മാ അന ബി മുസ്രിഖിക്കും വമാ അൻതും ബി മുസ്രിഖിയ്യ. അതുപോലെ മുകളിൽ സവാഉൻ അലൈന അജസിഅന അം സബർന മാലന മിൻ മഹീസ്, നമ്മൾ ക്ഷമിക്കലും ബഹളം കൂട്ടലൊക്കെ ഒരുപോലെ തന്നെയാണ്, രക്ഷപ്പെടാൻ ഇവിടെ ഒരു വഴിയില്ല. ഇതേ സംഗതിയാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. എല്ലാവരും കൂടി പറയാണ്, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, നമ്മൾ വ്യക്തമായ ദലാൽ മുബീനിലായിരുന്നു. എപ്പോൾ? ഇത് നുസവ്വീക്കും ബി റബ്ബിൽ ആലമീൻ, ഞങ്ങൾ നിങ്ങളെ റബ്ബുൽ ആലമീനിന് സമമാക്കിയ സന്ദർഭത്തിൽ, അള്ളാഹ്ക്ക് തുല്യം പരിഗണിച്ച സന്ദർഭത്തിൽ, റബ്ബുൽ ആലമീന് തുല്യം പരിഗണിച്ച സന്ദർഭത്തിൽ, അതാണ്. അപ്പോൾ ഇവിടെ മുകളിൽ വമാ താഴ്ബുദൂൻ എന്ന് പറഞ്ഞത് ഐനമാ കുന്തും താഴ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചിരുന്നത് എവിടെ? ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളും ദൈവങ്ങളും മാത്രമല്ല. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ഫിറൗനും ആ കൂട്ടത്തിലുണ്ടാകും. അള്ളാഹ്ക്ക് തുല്യം റബ്ബുൽ ആലമീന് പകരം ഫിറൗനെ പരിഗണിച്ചവർ ഫിറൗനോട് പറയാണ്, എന്നെ റബ്ബുൽ ആലമീന് തുല്യം പരിഗണിച്ച സമയത്ത് ഞങ്ങൾ കൃത്യം വ്യക്തമായ ദലാലിലത്തെ വഴികേടിൽ തന്നെയായിരുന്നു എന്ന് അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്തവർ. അഥവാ അങ്ങനെ ആരാധിച്ച ദൈവങ്ങൾ, അനുസരിച്ച ദൈവങ്ങൾ, അതുപോലെ വിധേയപ്പെട്ട ദൈവങ്ങൾ ഒക്കെ അള്ളാഹ്ക്ക് തുല്യം പരിഗണിക്കുന്ന പല വഴികളുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ അമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹ്ക്ക് സമന്മാരെ കൽപ്പിക്കുന്നവർ. ഇവർ അവരെ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും അള്ളാഹ്ക്ക് തുല്യം വേറെ അള്ളാഹിൻ്റെ സൃഷ്ടികളെ പരിഗണിച്ച ആളുകൾ, അവർ ഇരുകൂട്ടരും നരകത്തിൽ ഒരുമിച്ച് കൂടുകയും പരസ്പരം തർക്കിക്കുകയും എന്നിട്ട് നിങ്ങളെ റബ്ബുകളായി സ്വീകരിച്ച സന്ദർഭത്തിൽ ഞങ്ങൾ ദലാലത്തിൽ തന്നെയായിരുന്നു എന്ന് എല്ലാവരും കൂടി ഏറ്റുപറയുകയും ചെയ്യുക ആണ് ഉണ്ടാകുക. അതാണ് പിന്നെ നരകത്തിൽ നടക്കുക. അല്ലാതെ ഇപ്പോൾ ഈ വാദിക്കുന്ന ആളുകളെ കൊണ്ട് ഒരു പ്രയോജനവും അവിടെ കിട്ടാൻ പോകുന്നില്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിനെ രക്ഷിക്കണം, മാനം കെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ലേക്ക് ചേർത്ത് അല്ലാഹു തആല വിശദീകരിക്കുകയാണ് ഈ ആയത്തുകളിൽ. അത് തുടരുന്നുണ്ട് ഏതാനും ആയത്തുകളിൽ കൂടി. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ.
اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.